നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ജേർണി. ഓക്കെ, ഏറ്റവും ബിഗിനിങ് പോയിന്റും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എടുക്കും പോയി വരാൻ ആണ് ഇവിടെ പോയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി കിതച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു കയറ്റമാണിത്. ആക്ച്വലി നമ്മളുടെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെ. ആൻഡ് ദെൻ നമ്മൾ ഈ റോഡ് കയറുകയാണ്. നമുക്ക് ഈ റോഡ് അങ്ങനെ കയറുന്നു. ഒരു ക്വിക്ക് അപ്ഡേറ്റ്. നമ്മളങ്ങനെ കുറച്ച് നടന്നു ഞങ്ങൾ ആക്ച്വലി പാർക്ക് ചെയ്തേക്കുന്നത് ലോങ് ടൈം പാർക്കിംഗ് എന്ന് പറയുന്നത് താഴെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടിരുന്നു. അവിടെ പാർക്ക് ചെയ്ത് അവിടെ എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അത് ഞങ്ങൾ മുകളിലോട്ട് നടക്കുകയാണ്. ആക്ച്വലി ഹൈക്കിംഗ് ടൈൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിലേക്കുള്ള ആ പോയിന്റിലേക്കുള്ള നടത്തമാണിത്. നമ്മളങ്ങനെ 600 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടെ റെസ്റ്റ് പോയിന്റും ഉണ്ട്. സോ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഹേ നമ്മൾ ഒഫീഷ്യലി 2000 മീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. 2 കിലോമീറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു. ഗൈസ്, നമ്മൾ ഹൈക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:30 ആയി. ഹാഫ് വേ നമ്മൾ 2.2 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. സോ യെസ്, ഇതൊരു അവസാനമല്ല ഗൈസ്, നമ്മൾ ഇനിയും വരും. ഇത് ഫുള്ള് കയറും. അത് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ പക്ഷേ ഇപ്പോഴത്തൊന്നും ഉണ്ടാവില്ല, കാരണം സീസൺ മാറാം, സമ്മറാണ്, ഭയങ്കര ചൂടാണ്. സോ നമ്മൾ ഒരു വിൻ്ററിൻ്റെ സമയത്ത് എന്തായാലും ഇത് ഫുൾ ഹൈക്ക് ചെയ്ത് കയറും. ഇത് വാക്കാണ്. സോ സോ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചിറങ്ങാം. സീ വ്യൂ നൈസാണ്, ഒരിക്കലും മിസ്സാക്കരുത്. ഓഷ്യനെ ഇഷ്ടപ്പെടുന്നവർ വന്ന് കണ്ട ഒരു വ്യൂ ആണ്.
നല്ല വെയിലുണ്ട്. അല്ലേ? സോ ഐ മീൻ എന്തുകൊണ്ട് പിന്നീട് ഒരിക്കൽ വന്നുകൂടാ എന്നൊരു ചിന്ത വന്നത് കൊണ്ട് മാത്രം ഞങ്ങളിപ്പോൾ മൗണ്ടൻ പീക്കിനോട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാം. ഇപ്പം നടന്ന സെയിം എമൗണ്ട് ഓഫ് ടൈം ആൻഡ് എനർജി തന്നെ സെയിം വേണമെന്നില്ല, അത് കുറച്ച് അത്രയും വേണം താഴോട്ട് ഇറങ്ങാൻ. സോ യെസ്, കാണാം. ഞങ്ങൾ ആക്ച്വലി വന്ന വഴിയിലേക്ക് കൂടി കയറിപ്പോവാതെ ഇവിടെ വേറൊരു വഴിയുണ്ട് താഴോട്ട് ഇറങ്ങാൻ. സോ ആ വഴിയിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ റെസ്റ്റ് ഏരിയയിൽ വരുമ്പോൾ കാണാൻ പറ്റും, റെസ്റ്റ് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഒരു വഴി. സോ അതെടുത്തിട്ടാണ് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ മഴ പെയ്തതുകൊണ്ട് നല്ല പച്ചപ്പുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. യെസ്, പക്ഷേ എങ്കിൽ ഇത് സണ്ണി ആയതുകൊണ്ടാണ് ഇത്ര പ്രശ്നം. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല ഗ്രാസ് ലാൻഡിലേക്ക് കൂടി നടന്ന് ആക്കാൻ നല്ല രസം. കണ്ടില്ല ഗൈസ്, നല്ല പച്ചപ്പ്. ഇങ്ങനെ ഒരു ഡിസ്ട്രക്ഷൻ വന്നതെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇത് കണ്ടു, ടാറ് കണ്ടു, റോഡ് പോലത്തെ സാരി കണ്ടു. അതല്ല, എല്ലാവരും ഇത്രയും കോസ്റ്റായിട്ട് തിരിച്ചു പോകാനുള്ള വഴി ശരിയാക്കി. ഈ അടുത്ത പേര് വഴിയിലാണ് ഗുരുതരമായ സിറ്റുവേഷൻ ഓടത്തിപ്പെട്ടതും ആണ് എൻ്റെ നിഗമനം. നോക്കൂ, ഇതാണ് വഴി. ഗൈസ്, ഞങ്ങൾ കുറച്ച് മുന്നേ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് കുറച്ച് താഴെ ആയിട്ടുള്ളൂ. പക്ഷേ ശബരിമല ഓൾറെഡി താഴെ എത്തി. നമ്മളിവിടെ പകുതി എത്തി. പക്ഷേ എന്നാലും നമ്മൾ ഇനിയും കുറേ നടക്കാനുണ്ട്. ശബരിമല ഓൾറെഡി താഴെ എത്തി, വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. സോ പുള്ളിക്കാരനാണെങ്കിൽ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങനെ വന്ന് ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ആക്ച്വലി നേരത്തെ പോകേണ്ടതുണ്ടായിരുന്നു, ലൈക്ക് ഒരു 10:30 എങ്ങാണ്ടായപ്പോൾ പോയിട്ട് ഇന്ന് 4:30 നേരെ നമ്മളിങ്ങോട്ട് വരുമായിരുന്നു. സോ ആ ഒരു എനർജി, ഡെഡിക്കേഷൻ എല്ലാത്തിനും we appreciate that. So let it be a surprise. Watching, you are appreciated and thank you and we love you beyond and beyond. ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. വി മേഡ് ഫുള്ള് കയറിയില്ലെങ്കിലും വി ഓൾമോസ്റ്റ് കവേർഡ് 5 kilometers തന്നെയാണ്. കാരണം അവിടെ ഇങ്ങോട്ട് കയറി അതേപോലെ തിരിച്ചറിയാൻ 2.5 മൊത്തത്തിൽ കയറിയതെങ്കിൽ 10 kilometer ആയിരുന്നു. 5 kilometers fine for beginners. കുറച്ച് എ സിയും കുറച്ച് കുടിക്കാനുണ്ടെങ്കിലും. സോ hiking story. Yeah.